ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട 5 ഫോട്ടോസ്. ആ 5 ഫോട്ടോസിന് പിന്നിലുള്ള കുഞ്ഞു കുഞ്ഞു സ്റ്റോറീസ് അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് ബ്യൂട്ടിഫുൾ ആകോ എന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് പറ്റുന്ന രീതിയിൽ മാക്സിമം ബോർ അടിപ്പിക്കാതെ തന്നെ ഞാൻ അത് നറേറ്റ് ചെയ്യാൻ ശ്രമിക്കും. ഒരുപാട് കാട് കയറി പറയാതെ. എന്നാൽ ഓരോ ഫോട്ടോസിനും ഓരോരോ കുഞ്ഞു കുഞ്ഞു സ്റ്റോറീസ് ഉണ്ടാവും. ആ സ്റ്റോറീസ് ഒക്കെ പറഞ്ഞ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് തിങ് ഞാൻ പറയട്ടെ, എനിക്ക് ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുക്കാൻ ഒരുപാട് ഇഷ്ടമുള്ള ആളാണ്. നല്ലോണം ഒരുങ്ങി നല്ലോണം നമ്മളെ തന്നെ പ്രസന്റ് ചെയ്യാനും ഫോട്ടോസും വീഡിയോസും എടുക്കാനും അതുപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്യാനൊക്കെ എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അങ്ങനെയുള്ളവരുണ്ടാവുമല്ലോ, ചില ആളുകൾക്ക് അതൊന്നും അത്ര താല്പര്യം ഉണ്ടാവില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്കതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമുക്കിപ്പോൾ നമ്മുടെ ലൈഫിൽ ഒരു കാര്യം നടന്നു, എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇൻസിഡന്റ് നടന്നിട്ട് ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മൾ അന്ന് ഏതെങ്കിലും ഒരു ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിരുന്ന് കാണുമ്പോൾ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് അത് വേറെ തന്നെയാണ്. നമുക്ക് അന്ന് നടന്ന ആ ഒരു ഇൻസിഡന്റ് പിന്നെ ജീവിക്കുന്നത് ആ ഫോട്ടോയിലൂടെ ആയിരിക്കും. സോ ഞാൻ മാക്സിമം എൻ്റെ ലൈഫിൽ എന്ത് കാര്യങ്ങൾ നടന്നാലും അത് പിക്ചറൈസ് ചെയ്ത് വെക്കാൻ നോക്കാറുണ്ട്. സോ അങ്ങനെ ഞാൻ എടുത്തു വെച്ച ഫോട്ടോസിൽ എനിക്കിഷ്ടപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട 5 ഫോട്ടോസും അതിൻ്റെ സ്റ്റോറീസുമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഇനി എന്തായാലും കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല, ആ ഫോട്ടോസിലേക്ക് പോവാം. ഇതാണ് ആ ഫസ്റ്റ് ഫോട്ടോ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോട്ടോ എടുത്തത് ഞാൻ തന്നെയാണ്. യാമി മോളെ ആദ്യമായിട്ട് ഞങ്ങളുടെ കൈകളിലേക്ക് കിട്ടുന്നത്, അവളുണ്ടായി ആദ്യമായിട്ട് ഞങ്ങളുടെ കൈകളിലേക്ക് കിട്ടുന്ന ഒരു നിമിഷമാണിത്. എൻ്റെ ഹസ്ബൻഡാണ് ആദ്യമായിട്ട് അവളെ എടുക്കുന്നത്. ആ ഫോട്ടോ എടുത്തത് ഞാനാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ പ്രഗ്നൻ്റ് ഒക്കെ ആയിരിക്കുമ്പോഴത്തേക്കും എല്ലാ പെൺകുട്ടികളുടെയും ഒരു ആഗ്രഹമായിരിക്കും നമ്മുടെ കുഞ്ഞ് ഉണ്ടായി ആദ്യം കുഞ്ഞിനെ എടുക്കേണ്ടത് നമ്മുടെ ഹസ്ബൻഡ് ആയിരിക്കണം. ആ ഒരു മൊമെന്റ് നമുക്ക് കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. ഇപ്പൊ സി സെക്ഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒപ്പം ഹസ്ബൻഡിനെ കയറാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ നമ്മുടെ ഹസ്ബൻഡ് കുഞ്ഞിനെ എടുക്കുന്നതാണെങ്കിലും ആ കാര്യങ്ങളൊന്നും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ പക്ഷെ എന്നെ സംബന്ധിച്ച് എങ്ങനെയാന്ന് വെച്ചാൽ എനിക്ക് സി സെക്ഷൻ ആയിരുന്നു. പക്ഷെ ഈ ഒരു ഡെലിവറിക്ക് ശേഷം ഞങ്ങളുടെ കുഞ്ഞിനെ ജസ്റ്റ് പുറത്ത് നിൽക്കുന്ന ആളുകളെ കാണിച്ചു എന്നല്ലാതെ കൈകൊണ്ട് ആരും ടച്ച് ചെയ്യിക്കാനോ ഒന്നും സമ്മതിച്ചില്ലായിരുന്നു. നേരെ അവളെ NICUവിലേക്കാണ് കൊണ്ടുപോയത്. കുറച്ച് കോംപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നേരെ NICUവിലേക്കാണ് കൊണ്ടുപോയത്. അപ്പോൾ ഒരു 5-6 ദിവസങ്ങൾക്ക് ശേഷമാണ് ഞങ്ങളുടെ കയ്യിലേക്ക് മോളെ കിട്ടുന്നത്. അപ്പൊ അത്രയും ദിവസം അവൾ NICUവിലായിരുന്നു. ഈ ഒരു 5 or 6 ഡേയ്സ് കഴിഞ്ഞിട്ട് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി ഹോസ്പിറ്റലിൽ നമുക്ക് NICUവിൻ്റെ അടുത്ത് തന്നെ നമുക്കൊരു റൂം എടുത്തിട്ട് അവിടെ നമ്മൾ താമസിച്ചു. ഒരു 2 ദിവസം അവിടെ നിന്നു. എന്നിട്ടാണ് മോളെ നമ്മൾ റിസീവ് ചെയ്യുന്നത്. ഈ 2 ദിവസം ഫസ്റ്റ് ഡേ നമ്മൾ മോളെ റിസീവ് ചെയ്തു. പിന്നെ ഒരു ദിവസം കൂടി നമ്മൾ എക്സ്ട്രാ അവിടെ അഡ്മിറ്റ് ആവണം. കാരണം ഫീഡിങ്ങും കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞിന്റെ. അപ്പൊ ആദ്യത്തെ ദിവസം മോളെ റിസീവ് ചെയ്യാനായിട്ട് പോകുന്നത് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടിയാണ്. വേറെ ആരുമില്ല, ഞാനും എൻ്റെ ഹസ്ബൻഡ് മാത്രമേ എടുക്കും. കാരണം അങ്ങനെ നിൽക്കാൻ ഒരു ബൈസ്റ്റാൻഡർ മാത്രമേ പാടുള്ളൂ. അങ്ങനെ ഒരു റൂൾ അവിടെ ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ റൂമിൽ 2 പേരെ പാടും. അപ്പോൾ ഞാനും എൻ്റെ ഹസ്ബൻഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ മോളെ ആദ്യം നേഴ്സ് എൻ്റെ കയ്യിലോട്ടാണ് കൊണ്ടുവന്ന് തന്നത്. പക്ഷെ ഞാൻ വാങ്ങിച്ചില്ല. ഞാൻ പറഞ്ഞു എൻ്റെ ഹസ്ബൻഡിന്റെ കൊടുക്കാനാണ് പറഞ്ഞത്. ആളാണ് ആദ്യമായിട്ട് മോളെ എടുത്തത്. അപ്പൊ എടുത്ത ആ ഒരു ടൈമിൽ ഞാൻ പെട്ടെന്ന് ഫോട്ടോ എടുത്തു. പക്ഷെ ഞാൻ ജസ്റ്റ് അങ്ങ് എടുത്തതാണ്. പക്ഷെ ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിക്ക് ആകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഈ ഒരു ഫോട്ടോയിൽ മോളെ ആദ്യമായിട്ട് കാണുമ്പോൾ ഉള്ള ജെനുവിൻ ആയിട്ടുള്ളൊരു ചിരിയാണത്. കാരണം ഞാൻ ഫോട്ടോ എടുക്കാൻ പോവാണേ, പോസ് ചെയ്യണേ, അങ്ങനെയൊന്നും പറഞ്ഞിട്ട് നമ്മൾ ഒരു ഫോട്ടോയോ കാര്യങ്ങളോ ഒന്നും അല്ല. ഇത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എടുത്തതാണ്. അതുകൊണ്ട് തന്നെ ജെനുവിൻ ആയിട്ടുള്ള ചിരിയാണ്. നമ്മൾ ഡെലിവറിക്ക് മുന്നേ തന്നെ കുഞ്ഞുടുപ്പുകളൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ആൺകുഞ്ഞാണ് എന്നുണ്ടെങ്കിൽ ഒരു വെള്ളയില് നീല കളർ ടെഡി ബിയേഴ്സ് ഉള്ള ഒരു ഉടുപ്പും, പെൺകുഞ്ഞാണെങ്കിൽ ഒരു വെള്ളയില് പിങ്ക് നക്ഷത്രങ്ങളുള്ള ഉടുപ്പും ആണ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ NICUവിൽ നിന്ന് റൂമിലേക്ക് മാറ്റുന്നതിന് മുന്നേ തന്നെ നമ്മൾ നേഴ്സിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുഞ്ഞിനെ നമ്മുടെ കയ്യിലേക്ക് എടുക്കുന്ന സമയത്ത് ഈ ഉടുപ്പ് തന്നെ ഇടിയിക്കണം എന്ന് പറഞ്ഞിട്ട് പിങ്ക് നക്ഷത്രങ്ങളുള്ള വെള്ള ഉടുപ്പാണ് മോളിട്ടത്. അതിന് മാച്ച് ചെയ്തിട്ടുള്ള തൊപ്പിയും മിറ്റനും ബൂട്ടീസൊക്കെ ഇട്ട് അവളെ അങ്ങനെ എടുത്തിട്ടുള്ള ആ ഒരു പിക്ക് എൻ്റെ ഹസ്ബൻഡ് ആദ്യമായിട്ട് എൻ്റെ മോളെ എടുത്തിട്ട് കാണുമ്പോൾ ആ ഒരു ഫോട്ടോ ആണ് എൻ്റെ ലൈഫ് ലോങ് എനിക്ക് എന്താ പറയുക ഭയങ്കര പ്രഷ്യസ് ആയിട്ടുള്ളൊരു ഫോട്ടോ ആണ്.
ഈ ഫോട്ടോയിന് മേളിൽ എനിക്ക് വേറൊരു ഫോട്ടോ ഇതുവരെ കിട്ടിയിട്ടില്ല. ഇതിനെ ബീറ്റ് ചെയ്യാനായിട്ട് വേറൊരു ഫോട്ടോ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇതാണ് സെക്കൻഡ് പിക്ക്. എൻ്റെ ഡെലിവറി കൊച്ചി ആസ്റ്റർ മെഡ്സിറ്റി ഹോസ്പിറ്റലിലായിരുന്നു. അപ്പോൾ സെക്ഷൻ ഡെലിവറിക്ക് ശേഷം എന്നെ റൂമിലേക്ക് മാറ്റിയ സമയത്ത് ഹസ്ബൻഡ് ഞാനും കൂടി എടുത്തിട്ടുള്ള ഒരു സെൽഫിയാണ് ഇത്. ഇതാണ് എൻ്റെ സെക്കൻഡ് ഫേവറേറ്റ് പിക്ചർ. അപ്പോൾ ഡെലിവറിക്ക് ശേഷമാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ പ്രഗ്നൻസി പീരീഡിലാണെങ്കിലും നമ്മൾ പെണ്ണുങ്ങളെ സംബന്ധിച്ച് കുറച്ച് ഇൻസെക്യൂരിറ്റീസും കാര്യങ്ങളൊക്കെ, എത്രയൊക്കെ നമ്മൾ കോൺഫിഡൻ്റ് ആണ്, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ കുറച്ച് ഇൻസെക്യൂരിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ച് പ്രഗ്നൻസി ടൈമിലാണെങ്കിലും ആഫ്റ്റർ ഡെലിവറി ആണെന്നുണ്ടെങ്കിലും ഇപ്പോഴും എനിക്ക് കംപ്ലീറ്റ്ലി കുറേ കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല. ഒരുപാട് എൻ്റെ ലുക്സിലാണെങ്കിലും എൻ്റെ ബോഡി സ്ട്രക്ചറിനും സ്കിന്നിനും ഒക്കെ ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. നല്ലോണം സ്വെല്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ആ ഒരു ടൈമിൽ ഇങ്ങനെ സെൽഫി എടുക്കാൻ വന്നപ്പോൾ ഞാൻ ആദ്യം വേണ്ടാന്നാണ് പറഞ്ഞത്. എനിക്ക് എൻ്റെ മുഖം ആരും കാണണ്ട എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്ന സമയമായിരുന്നു എൻ്റെ പ്രഗ്നൻസി ആണെങ്കിലും ആഫ്റ്റർ ഡെലിവറി ആണെങ്കിലും ഒക്കെ. കാരണം അത്ര ബോറായി, ഞാൻ അത്രയ്ക്ക് ഞാൻ സ്വെല്ല് ചെയ്തു, നല്ല രീതിക്ക് തന്നെ സ്വെല്ല് ചെയ്തു. അതുകൊണ്ട് ആരെയും കാണിക്കണ്ട, സെൽഫി എടുക്കണ്ട, ആരെയും വീഡിയോ കോൾ ചെയ്യാൻ പോലും എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ഏകദേശം ഒരു 80 കിലോ ഉണ്ടായിരുന്നു. എൻ്റെ ഡെലിവറി നടക്കുന്നതിന് തൊട്ട് മുന്നേ എൻ്റെ വെയിറ്റ് നോക്കുന്ന സമയത്ത് എനിക്ക് 80 കിലോ ഉണ്ടായിരുന്നു ഭാരം. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കണം എത്രമാത്രം ഞാൻ വീർത്തിട്ടുണ്ട് എന്നുള്ളത് ആ സമയത്ത്. അതുകൊണ്ട് തന്നെ എനിക്കിഷ്ടമല്ലായിരുന്നു, എന്നെ ആരും കാണുന്നത് പോലും എനിക്കിഷ്ടമല്ലായിരുന്നു. എനിക്ക് അത്രമാത്രം ഇൻസെക്യൂരിറ്റീസ് എനിക്ക് ആ ടൈമിൽ ഉണ്ടായിരുന്നു. സ്റ്റിൽ ഇപ്പോഴും പല കാര്യങ്ങളിലും എനിക്കത് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷേ നമ്മുടെ ഒപ്പമുള്ള ആള് അതൊന്നും മൈൻഡ് ചെയ്ത് നീ പൊളിയല്ലേ, നീ നല്ല ലുക്കല്ലേ കാണാൻ, നീ നല്ല സുന്ദരിയല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒപ്പം നിന്ന് നിൽക്കുമ്പോഴത്തേക്കും നമ്മളറിയാതെ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്ത് പോകും. അപ്പോൾ അങ്ങനെ എടുത്തിട്ടുള്ളൊരു പിക്കാണിത്. പക്ഷെ ഇപ്പം ഞാനത് ഓർക്കുമ്പോൾ അതൊരു ഓർമ്മയല്ലേ, അതൊരു മെമ്മറിയാണ്. അപ്പോൾ ആ സമയത്ത് ഇപ്പം അതിനകത്തിൻ്റെ കോലം നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം, നമുക്ക് നല്ല വീർത്ത് കെട്ടി ഇങ്ങനെ ഇരിക്കണം വേദന അനുഭവിച്ചതിൻ്റെ. ഇപ്പോൾ 12:30 ആയിരുന്നു സെക്ഷൻ, 5:30 ആയപ്പോൾ റൂമിലേക്ക് മാറ്റി. അപ്പോൾ എടുത്ത ഫോട്ടോയാണ്. പോസ്റ്റ്മോർട്ടം പീരീഡിൽ എൻ്റെ ഹസ്ബൻഡിന് എന്നോടുള്ള കെയർ, ലവ്, ഇൻറ്റിമസി എല്ലാം എനിക്ക് കാണാൻ പറ്റുന്ന ഒരു ഫോട്ടോയാണിത്. അത്രമാത്രം എനിക്കിഷ്ടമാണ് ഈ ഒരു ഫോട്ടോ. ആ സമയത്ത് ഞാൻ യൂട്യൂബിലെ വീഡിയോസ് കാര്യങ്ങളൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇൻ കേസ് ഞാൻ ആ സമയത്ത് വ്ളോഗിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ ആ ഒരു ടൈമിൽ ഒരുപാട് കാര്യങ്ങൾ ഫോട്ടോസൊക്കെ ഇൻക്ലൂഡ് ചെയ്തേനെ. ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഈ ഒരു ഫോട്ടോയാണ് എനിക്ക് എന്താ പറയുക, ആ ഒരു ടൈമിലെ കെയറിങ്ങും കാര്യങ്ങളും കാണിക്കാൻ നിങ്ങളുടെ അടുത്ത് ഉള്ളത് ഈ ഒരു ഫോട്ടോയാണ്. എനിക്ക് തോന്നുന്നു കംപ്ലീറ്റ് ആ ഒരു ഫീലിങ്സും ഈ ഒരു ഫോട്ടോയിലുണ്ട്. ആ സമയത്ത് എനിക്ക് കിട്ടിയ ആ ഒരു കെയർ, ലവ്, ഇൻറ്റിമസി എല്ലാം ഉള്ള ഒരു ഫോട്ടോയാണ്. എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ഫോട്ടോ തന്നെയാണിത്. ഇതാണ് മൂന്നാമത്തെ ഫോട്ടോ. ഇത് ഞങ്ങളുടെ ഒരു പെർഫെക്റ്റ് ഫാമിലി ഫോട്ടോ ആണെന്ന് പറയും. ഒരുപാട് ഫോട്ടോസ് നമ്മൾ 3 പേരും കൂടി ആയിട്ടുള്ള ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഞങ്ങളുടെ ഫാമിലി പിക്ചർ എന്ന് പറയുന്നത് ഇതാണ്. രാമിക്കുട്ടിയുടെ ഫസ്റ്റ് ബർത്ത്ഡേയുടെ ഭാഗമായിട്ട് നമ്മൾ സ്റ്റുഡിയോയിലൊക്കെ പോയിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു, ഫാമിലി ഫോട്ടോ, ഞങ്ങൾ 3 പേരും കൂടി. പക്ഷെ അതൊരു വൻ ദുരന്തമായിപ്പോയി ആ ഫോട്ടോ. ആ ഫോട്ടോ വെച്ച് നോക്കുമ്പോൾ ഇത് വേറെ ലെവലാണ്. കാരണം ഇത് നമ്മൾ ഭയങ്കര കൂളായിട്ട് കാമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വെറുതെ എടുത്തൊരു ഫോട്ടോയാണ്. പക്ഷെ ഫോണിലിങ്ങനെ നമ്മൾ ഗാലറിയിൽ അന്നത്തെ ദിവസം നമ്മളെടുത്ത ഫോട്ടോസൊക്കെ ഒന്ന് ചെക്ക് ചെയ്യട്ടെ, നോക്കട്ടെ എന്ന് പറഞ്ഞ് എടുക്കുമ്പോൾ കൊള്ളാലോ, കൊള്ളാം, ഈ ഫോട്ടോ കൊള്ളാം, അങ്ങനത്തെ ഒരു രീതിയിലുള്ളതാണ്. അല്ലാതെ നമ്മൾ പ്ലാൻ ചെയ്തെടുത്ത ഫോട്ടോയോ കാര്യങ്ങളോ ഒന്നുമല്ല. ഇത് ലുലുവിൽ പോയപ്പോഴത്തേക്കും എൻ്റെ ഹസ്ബൻഡിൻ്റെ ബന്ധു പൊന്നൂട്ടി, അവള് ഞങ്ങൾക്ക് എടുത്തു തന്നാണ്. പൊന്നൂട്ടി ഞങ്ങൾക്ക് ഒരുപാട് ഫോട്ടോസ് എടുത്തു തന്നിട്ടുണ്ട്, ഒരുപാട് നല്ല നല്ല പിക്സ് എടുത്തു തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ എൻ്റെ ക്ലോസ് ടു ഹാർട്ടായിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോയാണ്, നല്ലൊരു ഫാമിലി പിക്ചർ. ഈ ഫോട്ടോ എന്തായാലും ഞാൻ ഉടനെ തന്നെ ഫ്രെയിം ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മളെല്ലാവരും പറയില്ലേ, ഒരു വീടുണ്ടായിട്ട് വേണം ഇങ്ങനെ ചെയ്യാൻ അങ്ങനെ ചെയ്യാൻ എന്നൊക്കെ പറയില്ലേ, അതുപോലെ സ്വന്തമായിട്ടൊരു വീടൊക്കെ എനിക്ക് വെക്കണം, വെച്ചിട്ട് അവിടെ പ്ലേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു ഫോട്ടോ. എനിക്ക് അത്ര ഫേവറേറ്റ് ആയിട്ടുള്ള ഞങ്ങളുടെ ഒരു ഫാമിലി പിക്കാണ്. അപ്പോൾ അത്രയും എനിക്കിഷ്ടപ്പെട്ട് നമ്മുടെ 3 പേരും കൂടി ആയിട്ടുള്ള ഒരു ഫോട്ടോയാണ് ഇത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു സ്വന്തമായിട്ടൊരു ബുള്ളറ്റ് വാങ്ങിക്കുക എന്നുള്ളത്. അത് പ്രേമിക്കുന്ന സമയത്തൊക്കെ എപ്പോഴും പറയുമായിരുന്നു.
പക്ഷെ അങ്ങനെ ഒരു ഡ്രീം അച്ചീവ് ചെയ്യുകയും പിന്നെ അതിനുശേഷം കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ കുഞ്ഞുമായിട്ട് നമ്മളിങ്ങനെ അതിലിരുന്ന് ഇങ്ങനെ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റും എന്നൊന്നും ആ ഒരു സമയത്ത് നമ്മൾ വിചാരിച്ചിട്ടില്ല. എനിക്ക് ഈ ലോകത്തിൽ ഏറ്റവും പേടിയുള്ള കാര്യമാണ് വണ്ടി ഓടിക്കുക എന്നുള്ളത്. സെയിം ലൈക്ക് ദറ്റ് വണ്ടിയുടെ പുറകെ കയറുന്നത്, അതായത് സ്കൂട്ടിയുടെ പുറകെ ബൈക്കിന്റെ പുറകിലൊക്കെ കയറുന്നത് വരെ എനിക്ക് പേടിയുള്ള ഒരാളാണ്. പക്ഷെ എൻ്റെ ഹസ്ബൻഡിന്റെ ഒപ്പം ബുള്ളറ്റിന്റെ ബാക്കിലിരുന്ന് പോകുമ്പോൾ ഞാൻ ഭയങ്കര കംഫർട്ടബിൾ. ആദ്യമൊക്കെ കുറച്ചൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ പിന്നെ അങ്ങ് സെറ്റായി കംഫർട്ടബിളായി. ആളുടെ പുറകിൽ ഇരിക്കുമ്പോൾ ഓക്കെയാണ് ഞാൻ. പക്ഷെ മോളായി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചത് ഇനി ബുള്ളറ്റിൽ പോക്ക് നടക്കില്ല. കാരണം ഞാൻ തന്നെ അവിടെ ഇതിലിരിക്കുന്നത് ഒരു ടാസ്ക്കാണ്. ഇനി കുഞ്ഞിനെ ആയിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇത്തിരി അപകടം പിടിച്ച പണിയാണ് എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ നമ്മളങ്ങ് ചെയ്തു, ഓക്കെ. ആദ്യമൊക്കെ മോളായിട്ട് ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും വിചാരിച്ചത് മോൾ അലമ്പൂന്ന് വിചാരിച്ചു. പക്ഷെ നമ്മുടെ രണ്ടുടെ നടുക്കായിട്ട് അവളിങ്ങനെ ഇരുത്തിയപ്പോൾ അവൾ ആദ്യമൊക്കെ ഇങ്ങനെ കുറച്ച് പേടിച്ച് വരണ്ട് ഇങ്ങനെ അനങ്ങാതിരിക്കുകയായിരുന്നു. പക്ഷെ പതിയെ അവള് ആ റൈഡിങ്ങിനെ എൻജോയ് ചെയ്തു തുടങ്ങി, തുള്ളാനൊക്കെ തുടങ്ങി പതുക്കെ ഇങ്ങനെ ഇരുന്നു. അപ്പൊ അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ ഈവനിങ് ഞങ്ങൾ 3 പേരും കൂടി ബുള്ളറ്റിൽ കയറി ഇങ്ങനെ വെറുതെ ഇങ്ങനെ ചുറ്റാൻ പോയി. അന്ന് ആ ഒരു ദിവസം ഞാൻ വെറുതെ ഇങ്ങനെ ഒരു സെൽഫി, ഞാൻ ഇങ്ങനെ ഹസ്ബൻഡിനോട് ഇങ്ങനെ പറഞ്ഞു, ഒന്ന് വണ്ടി നിർത്തോ, ഞാനൊരു ഫോട്ടോ എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് എടുത്തൊരു പിക്കാണ്. ഇതും എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പിക്കാണ്. ഇപ്പൊ ഇങ്ങനെ നമ്മളിങ്ങനെ ഫോണിലെ ഗാലറീസിൽ ഇങ്ങനെ എടുത്തു നോക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് സ്മൈല് വരിക എന്നറിയില്ല ചില ഫോട്ടോസ് കാണുമ്പോഴത്തേക്കും. അങ്ങനെ ഒരു ഇൻസ്റ്റന്റ് സ്മൈല് തരുന്ന ഒരു പിക്കാണ് ഇത്. ഇതാണ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ പിക്ക്. 5ാമത്തെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള 5ാമത്തെ ഫോട്ടോയാണ് ഇത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ എടുത്തിട്ടുള്ള പിക്കാണ്. ഇത് യാമിക്കുട്ടി ഉണ്ടാവുന്നതിന് മുന്നേ എടുത്തതാണ് കേട്ടോ. ബാക്കി കാണിച്ച 4 ഫോട്ടോസിലും അവളുണ്ട്, മീൻസ് അവൾ ഉണ്ടായി കഴിഞ്ഞിട്ടുള്ള ഫോട്ടോസാണ്. ഇതൊരെണ്ണം നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് തൊട്ടടുത്തുള്ള ദിവസങ്ങളിൽ എടുത്ത ഫോട്ടോയാണ്. എൻ്റെ ലൈഫിൽ മറക്കാൻ പറ്റാത്ത ഒരു അമ്പല ദർശനം എന്ന് തന്നെ പറയാം ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലുള്ളത്. വളരെ എന്താ പറയുക, നമ്മൾ ആ അമ്പലത്തിൽ കയറുന്ന സമയത്ത് നമുക്കൊരു പീസ് ഓഫ് മൈൻഡ്, നമുക്ക് കിട്ടുന്ന ആ ഒരു സമാധാനം എന്ന് പറയുന്നത് അതെനിക്കത് പറഞ്ഞ് എക്സ്പ്രസ് ചെയ്യാനൊന്നും അറിയില്ല. അത്രയ്ക്ക് എനിക്ക് വിശ്വാസമുണ്ട് ആ അമ്പലത്തിൽ. അവിടെ പോയ ആ ഒരു ടൈം കാര്യങ്ങളെല്ലാം എനിക്ക് ഇപ്പം ഞാനത് പറയുമ്പോൾ ഒരു ഇൻസിഡന്റ് ഉണ്ട്. അവിടെ ഒരു അമ്പല ദർശനം വ്യാഴാഴ്ച ദിവസം സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡേ ആണ്. ഫുൾ ദർശനം അവിടെ നടത്തുന്ന ആ ഒരു ദിവസം. അപ്പൊ അന്നാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ രാവിലെ നമ്മൾ കയറിയിട്ട് 2 മണിയായപ്പോഴാണ് ഇറങ്ങിയത്. അപ്പൊ അത്രയും സമയം നമ്മൾ ജലപാനം പോലും ഇല്ലാതെ നിൽക്കുക. ഒരു സഹനം എന്ന് പറയുന്ന ഒരു കാര്യം അവിടെ ഇമ്പോർട്ടന്റ് ആണ്. അത്രയും സഹനശക്തിയോടുകൂടെ വെയിറ്റ് ചെയ്തെന്നാണ് നമ്മൾ ദർശനം നടത്തുന്നത്. നമ്മൾ ഈ ദർശനത്തിനായിട്ട് ക്യൂവിൽ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ചുറ്റിനും നിൽക്കുന്ന അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നിൽക്കുന്ന ഒരുപാട് പേര് തലകറങ്ങി താഴെ വീഴുന്നുണ്ട്, ക്ഷീണിച്ച് നിൽക്കുന്നുണ്ട്. അപ്പൊ നോർമലി ഞാൻ എങ്ങനത്തെ ഒരാളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശന്നു കഴിഞ്ഞാൽ എനിക്ക് ദേഷ്യം വരും, സങ്കടം വരും, പിന്നെ എന്തൊക്കെ ഞാൻ ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല. വിശപ്പ് വന്ന് എനിക്ക് സഹിക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരാളാണ്. അപ്പൊ എന്നെ കൊണ്ട് ഇത് സഹിക്കാൻ പറ്റുന്നുണ്ടോ, താങ്ങാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ എൻ്റെ ഹസ്ബൻഡിന് ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം ഒരുപാട് പേര് തലകറങ്ങി വീഴുന്നു. അപ്പൊ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഓക്കെ അല്ലേ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ, പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ വളരെ കൂളായിട്ട് നിന്നു. എനിക്ക് എന്താണെന്നല്ല, എവിടെ നിന്നോ എനിക്ക് ആ സഹനശക്തി കിട്ടി. അത്രയും ടൈം നിന്ന് ആ ദർശനം മുഴുവനും നടത്തി എന്നിട്ടാണ് നമ്മൾ വരുന്നത്. അമ്പല ദർശനമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ആ ഒരു വ്യൂവിൽ, അതായത് അമ്പലത്തിന് ആ ഗോപുരം കിട്ടുന്ന രീതിയിൽ ആ ഒരു വ്യൂവിൽ നമ്മളെ രണ്ടുപേരുടെയും കൂടി ഒരു ഫോട്ടോ എടുക്കണം എന്നുള്ളത്. അപ്പോൾ അവിടെ കൂടി പോകുന്ന ഒരു ചേട്ടനെ ഇങ്ങനെ വിളിച്ചു നിർത്തിയിട്ട് പുള്ളിയാണ് ഈ ഒരു പിക്ക് എടുത്തു തന്നത്. കാരണം നമ്മൾ കുറെ സെൽഫീസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു ഫോട്ടോ, ആ ഒരു കറക്റ്റ് ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ വേറൊരാൾ നമുക്ക് എടുത്തു തരണമല്ലോ. അപ്പൊ അങ്ങനെ അവിടെ കൂടി പോകുന്ന ഏതോ ഒരു ചേട്ടനെ വിളിച്ചു നിർത്തിയാണ് ഈ ഒരു പിക്ക് എടുത്തത്. അതൊരു ഡിവൈൻ മെമ്മറി ആണെന്ന് പറയാം. പിന്നെ അതിനുശേഷം മോളിപ്പോൾ ഇത് 2023 പിക്ചറാണ്. മോളുണ്ടായതിനു ശേഷം എനിക്ക് അവിടെ പോകണം, നമുക്ക് 3 പേർക്കും കൂടി പോകണം എന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇതുവരെ അത് സാധിച്ചിട്ടില്ല. സത്യം ഞാൻ പറയാം, ട്രിവാൻഡ്രത്ത് താമസിക്കുന്നവരാണെങ്കിൽ കൂടി ഇപ്പോഴും അവിടെ പോകാത്ത ആളുകൾ ഒത്തിരി പേരുണ്ട്. നമ്മൾ ട്രിവാൻഡ്രത്തുള്ള ആളാണെന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ പോകണം എന്ന് ഒരു നിർബന്ധവുമില്ല. ഒരു ടൈം ഉണ്ട്. ആ ടൈം ആവുമ്പോൾ ആ ക്ഷേത്രത്തിൽ ദൈവം നമ്മളവിടെ എത്തിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമ്മൾ അങ്ങനെ ഓവറായിട്ട് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന സമയത്ത് മേ ബി ചിലപ്പോൾ നടക്കില്ല. ദൈവം തീരുമാനിക്കുന്ന ഒരു സമയത്ത് നമ്മളവിടെ എത്തിപ്പെടും.
അങ്ങനെ ഒരു സമയത്താണ് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി അവിടെ ചെന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ കംപ്ലീറ്റ് ബ്ലെസ്സിങ്സ് നമുക്കവിടെ കിട്ടിയിട്ടുണ്ട്. ആ ബ്ലെസ്സിങ്സ് ആയിരിക്കണം നമ്മുടെ മോള് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇനി മോളുമായിട്ട് യാമിക്കുട്ടിയായിട്ട് പോകണം, ആ സെയിം പൊസിഷനിൽ നിന്ന് ഒരു ഫോട്ടോ എടുക്കണം, അതൊക്കെ എൻ്റെ ആഗ്രഹമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ക്ലോസ് ടു ഹാർട്ടായിട്ട് നിൽക്കുന്ന 5 ഫോട്ടോസ്. പിന്നെ ഞാനൊരു കാര്യം പറയാം, ഈ 5 ഫോട്ടോസിന് പിന്നിൽ മാത്രമല്ല കേട്ടോ സ്റ്റോറീസ് ഉള്ളത്. ഞാൻ എടുക്കുന്ന ഓരോ പിക്കിനും എനിക്കൊരു സ്റ്റോറി ഉണ്ടാവും. പക്ഷെ അതെല്ലാവരും ഒരു വീഡിയോയിൽ പറയാന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പം നമുക്ക് അത്രയും ക്ലോസ് ടു ഹാർട്ടായിട്ട് നിൽക്കുന്ന 5 ഫോട്ടോസ് എടുത്തിട്ട് അതിന്റെ പിന്നിലുള്ള കുഞ്ഞു കുഞ്ഞു സ്റ്റോറീസാണ് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഈ വീഡിയോ എൻജോയ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, എൻ്റെ കുട്ടി ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.